ഇന്നത്തെ ദാസാജ്യ കാട്ടിന് ആ പുല്ലാണ്ട് പറിച്ചൂട്. പുല്ലെണ്ണ പറിച്ചണേ ഇത് പൂച്ചക്ക. പൂച്ചക്കൊന്നും ആയിക്കൊന്നുമല്ല. ഇത് വേറെ മിറ്റാണ് അത് പറിച്ച് നേരാക്കിക്ക. എത്താന്ന് നിങ്ങൾ പറയണേ? ഇജ്ജിപ്പോ എടുക്ക ഇതൊക്കെ എടുത്തുകാണ്ട് പോണത്. ഞാൻ നമ്മളെ കുളത്തില് പോയാണ്ട് കുളിച്ചുകാണ്ട് വരട്ടെ, കുറച്ച് തീരുമാനം ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഇജ്ജാ കുളത്ത് പോയി കുളിച്ചണ്ട. ഇവിടെ ഇപ്പൊ ഈ കായും പണമൊക്കെ ചെലവാക്കിയിട്ട് ഈ കുളിമോരും കക്കൂസൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെത്തിനാ? ഈ വയസ്സ് കാലത്ത് ഈ തന്തക്ക് എന്തത്തിന്റെ സോക്കടാ പോയി കച്ചവടന്ന്. ഈ തന്ത മനസ്സിലൊന്നും മുങ്ങി കുളിച്ചാനും അയക്കൂല. നോക്കിന്ന് ഞാൻ ഇപ്പൊ തന്നെ കുളിച്ചിനില്ല. ആ കുഞ്ഞുമോന്റെ മരോളെ പ്രസവിച്ച് വന്നിക്കണെന്ന് അറിഞ്ഞ് ഞാൻ അവിടെ ഒന്ന് പോയി വരട്ടെ. ഇനിയിപ്പോ എനിക്ക് അവിടേക്കൊന്ന് പോണോ? ആന്ന് ഞാൻ ഒന്ന് പോയിക്കാണ്ട് വരട്ടെ. ആയിക്കോട്ടെ, എന്നാ വേഗം പോയിട്ടുണ്ട് പോരെ. എന്നാ ഞാൻ പോട്ടെ. അല്ലെങ്കിൽ നിക്കവിടെ. ഈ ഒറ്റക്ക് അങ്ങനെ പോണ്ട, ഞാനും കൂടി പോരാ. അപ്പൊ ദത്തിനൊന്ന് കുട്ടിനെ കാണാൻ പോണടുത്ത് നിങ്ങളും പോരണ കുട്ടിനെ കാണാനാ? അതെന്തല്ല, അന്നെ അങ്ങനെ വിട്ടാ ശരിയാവൂല. ഈ പെണ്ണുങ്ങള് പോരുന്നിടത്തൊക്കെ ദത്തിന് ഈ ആണുങ്ങള് പോരുന്നു. അതൊന്നും പറഞ്ഞാ പറ്റൂല, ഞാനും കൂടി പോരുകയാണ്. നിങ്ങളാണ്ട് ഔത്തൊക്കെ കയറിക്കോളി, ഞാൻ 2 വെറ്റിലെടുത്താട്ടെ മുറുക്കാന്. ഇജ്ജ ഒത്തു കണ്ട് പോയിക്കോ, ഞാൻ പോയി നുള്ളി കൊടുന്നേരാം. അത് പറ്റൂല, ഞാൻ തന്നെ പോയി എടുത്താലേ ശരിയാവുള്ളൂ. എന്നാ ഞാനും പോരാ. അല്ല ആചാര്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്ര വയസ്സായിട്ട് ഇതിന് പെണ്ണുങ്ങോട് ഭയങ്കര സ്നേഹമല്ല. അതിപ്പോ എന്താ ഇജ്ജ് അങ്ങനെ ചോദിക്കുന്നത്? താത്ത പോണടത്തേക്ക് നിങ്ങളൊപ്പം പോകണ്ടല്ലോ. താത്താനെ കാണാതെ ഇരിക്കാൻ പറ്റല്ലേ? അതെ, ഇജ്ജ് വിചാരിച്ച സ്നേഹമൊന്നുമല്ല. പിന്നെന്തേ? ഓള് 8-10 പവനിട്ട് കെട്ടിയിട്ടാണ് ഈ നടക്കണത്. ആ, ഇപ്പൊ സ്വർണത്തിന്റെ വില എന്താന്ന് എനിക്കറിയോ? ലച്ചാണ്, ലക്ഷം. ആ പണ്ടാരക്കാലത്തിനോട് പറഞ്ഞാല് ഒരു പൊടി ആ പഴിച്ച് അയച്ചു വെക്കൂല. വല്ല കള്ളന്മാരും ഓളൊപ്പം കൂടുവച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പിന്നാലെ അടുക്കുന്നത്. അല്ലാതെ ഇജ്ജ് വിചാരിച്ച സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇപ്പൊ അടുക്ക് തിരിയാ. ഇപ്പൊ എനിക്ക് തിരിഞ്ഞ്